പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വേദപുസ്തകത്തിലെ ഒരു വലിയ ആളത്വമാണ്, വ്യക്തിത്വമാണ് പരിശുദ്ധനായ യൗസേപ്പ്. യൗസേപ്പ് ഗോത്രപിതാക്കന്മാരിൽ ഒരാളായിരുന്നു. യാക്കോബിൻ്റെ 12 മക്കളെയാണ് ഗോത്രപിതാക്കന്മാർ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെടുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവർ ഗോത്രപിതാക്കന്മാർ തന്നെ. എന്നാൽ യാക്കോബിൻ്റെ 12 മക്കൾ ഗോത്രപിതാക്കന്മാരായി പിന്നീട് പരിഗണിക്കപ്പെടുന്നുണ്ട്. യൗസേപ്പിനെ സംബന്ധിച്ച് ജീവിത വിശുദ്ധി എത്രയധികം പ്രാധാന്യം കൊടുത്തു എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രത്യേകമായി നാം ചിന്തിക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ നിർമ്മലത, ദൈവസാന്നിധ്യ ബോധം, ദൈവം എന്നെ നടത്തുന്നു, ദൈവം എന്നെ കാണുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും, ഈ ഒരു വലിയ ദൈവസാന്നിധ്യ ബോധത്തോടെ വ്യാപരിച്ച ഒരാളായിരുന്നു യൗസേപ്പ്. യാക്കോബിൻ്റെ 12 മക്കളിൽ 11ാമനായിരുന്നു യൗസേപ്പ്. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യൗസേപ്പിനെ അവൻ്റെ പിതാവായ യാക്കോബ് മറ്റ് 10 പേരെക്കാളധികം, ഏറ്റവും ഇളയവൻ 12ാമനായിരുന്നു ബെന്യാമിൻ, 11ാമനാണ് യൗസേപ്പ്. ഞാൻ സൂചിപ്പിച്ചല്ലോ. ആദ്യത്തെ 10 മക്കളിലും അധികമായി 11ാമനായ യൗസേപ്പിനെയും 12ാമനായ ബെന്യാമിനെയും യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്നു. ബെന്യാമിൻ ജനിച്ചിട്ടില്ല. അതിനു മുമ്പേ നടന്ന ഒരു സംഭവം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിർണായകമായിരുന്നു. ഗോത്രപതി രൂബേൻ, ശമോൻ, ലേവി, യഹൂദ എന്നിങ്ങനെ പോകുന്നു യാക്കോബിൻ്റെ പുത്രന്മാർ. അവരിൽ ആദ്യത്തെ 10 പേർ കൂടി യാക്കോബിനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അങ്ങനെയാണ് യൗസേപ്പ് മിസ്രൈമിലെത്തുന്നത്. ഈ മിസ്രൈമിൽ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ലോകത്തെങ്ങും വലിയ ക്ഷാമമുണ്ടായി. ഇസ്രായേലിൽ ക്ഷാമമുണ്ടായി. ആ കാലത്ത് മിസ്രൈമിൽ നിന്ന് ധാന്യം വാങ്ങിക്കേണ്ടതിന് യാക്കോബ് തൻ്റെ പുത്രന്മാരായ 10 പേരെ അയക്കുകയാണ്. അങ്ങനെ അവർ മിസ്രൈമിൽ വന്നപ്പോൾ യൗസേപ്പ് ഫറവോൻ്റെ ഒരു വലിയ പ്രിയങ്കരനായ ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞിരുന്നു. യൗസേപ്പാണ് ധാന്യം മറ്റുള്ളവർക്ക് വിൽക്കുന്നതിനുള്ള പ്രധാന ചുമതല ഉണ്ടായിരുന്നത്. യൗസേപ്പിൻ്റെ അടുക്കലേക്കാണ് ഈ യാക്കോബിൻ്റെ ആദ്യത്തെ 10 പേർ വരുന്നത്. അതായത് യൗസേപ്പിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ. അവർ വരുമ്പോൾ യൗസേപ്പ് സ്വയം വെളിപ്പെടുത്തിയില്ല. യൗസേപ്പ് അവർക്ക് ധാന്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഏറ്റവും ഒടുവിലായി നാം കാണുന്നത് യൗസേപ്പ് സ്വയം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വെളിപ്പെടുകയാണ്. അവസാനം അവർ തിരിച്ചറിയുന്നു യൗസേപ്പ് തങ്ങളുടെ ഇളയ സഹോദരനാണെന്നും
അവനെയാണ് അവർ മിസ്രൈമ്യർക്ക് വിറ്റുകളയുന്നതിന് ഇടയായതെന്നും ഇത് വളരെ വികാരനിർഭരമായ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ സഹോദരങ്ങൾ വളരെയധികം വികാരാധീനരായി മാറുകയാണ്. യൗസേപ്പിനെ നോക്കുവാൻ പോലുമുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. ആ സന്ദർഭത്തിൽ യൗസേപ്പിൻ്റെ പ്രവർത്തന ശൈലിയും സമീപനവും എത്രയധികം ഉത്കൃഷ്ടമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം പ്രത്യേകമായി ഇതിന് സാക്ഷ്യം വയ്ക്കുന്നുണ്ട്. 45 മുതൽ 57 വരെയുള്ള അധ്യായങ്ങളിലാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുമായുള്ള ആ മുഖാമുഖം, ആ കൂടിക്കാഴ്ച വളരെ വികാരനിർഭരമായിരുന്നുവെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 45 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ 45-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശ്രദ്ധേയമാണ്. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യൗസേപ്പാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്തംഭിച്ചുപോയ സഹോദരങ്ങളോട് പറയുകയാ, വിഷാദത്തിലായിപ്പോയ സഹോദരങ്ങളോട് യൗസേപ്പ് പറയുകയാ, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകും. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. വീണ്ടും പറയുകയാണ്, ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ അയച്ചത്. വീണ്ടും 50-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും യോസേപ്പ് ഇത് ആവർത്തിക്കുന്നുണ്ട്. യോസേപ്പ് അവരോട് പറയുകയാ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ഇങ്ങനെ നിങ്ങളെനിക്ക് ദോഷം ചെയ്തു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ചെയ്ത ദോഷം എനിക്ക് ഗുണമായി തീർന്നു എന്ന് അവരോട് പറയുന്നത് മധ്യസ്ഥർ മുഖേന ജ്യേഷ്ഠ സഹോദരങ്ങൾ യൗസേപ്പിനോട് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു. അതിനുശേഷമാണ് പറയുന്നത് ഈ വാചകം. ജ്യേഷ്ഠ സഹോദരന്മാർ 40 മുതലുള്ള 50 വരെയുള്ള അധ്യായങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 40 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ പറയുകയാണ്, യൗസേപ്പിൻ്റെ മുൻപാകെ അവർ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചു, കുനിഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവതിരുസന്നിധിയിൽ ദൈവമാണ് എൻ്റെ ജീവിതത്തെ ഉയർത്തിയതെന്നുള്ള ഭാവം, തനിക്ക് ദോഷം ചെയ്ത ഒരു ശത്രുവിനെ പോലെ പെരുമാറിയ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള മനസ്സ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവരോട് ഹൃദയപൂർവമായി പൊറുക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത, അതെല്ലാം യൗസേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. യൗസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഗോഡ് വിൽ ഇൻക്രീസ് എന്ന ഇംഗ്ലീഷിൽ, ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ദൈവം എൻ്റെ ജീവിതത്തെ സമൃദ്ധമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ ധന്യമാക്കും, ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും,
ദോഷത്തിൻ്റെ നടുവിൽ ആ സാഹചര്യങ്ങളെല്ലാം ഗുണമാക്കി തീർക്കുന്ന വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവതിരുസന്നിധിയിൽ അങ്ങനെ ഒരു ആളത്വത്തെ ശരിപ്പെടുത്തിയെടുക്കുവാൻ, പാകപ്പെടുത്തിയെടുക്കുവാൻ യോസേപ്പ് നമുക്കെപ്പോഴും ഒരു മാതൃകയാണ്. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.